ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഡിമോണിക് കൾട്ടിൻ്റെ ഹിസ്റ്ററിയും ആ 6 സെക്റ്റിനൊക്കെ എങ്ങനെ പവർ കിട്ടിയതെന്നൊക്കെ ഉള്ളതൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ പുതിയ 2 ആൾക്കാരെയും പാടെ പരിചയപ്പെട്ടു. ഒന്ന് സ്വോർഡ് ഡീമനും പിന്നെ ഒന്ന് ബെർസെക് സേബർ ഗോഡും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കതിൻ്റെ ബാക്കി നോക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് വെച്ചോ. ലാസ്റ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറക്കും. നമ്മളുടെ ഒരു ഫ്രണ്ട് അനന്തനാരായണൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അവനപ്പോൾ വിഷ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഞാനും വിഷ് ചെയ്യണു, നിങ്ങളെല്ലാവരും അവനൊന്ന് വിഷ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് സർ ലീയും യോവണും പാടെ മാനുവൽ ലൈബ്രറിക്ക് പോകുന്നതാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്ന് സർ ലീ? എനിക്ക് അണ്ടർഗ്രൗണ്ടിലുള്ള വോൾട്ടിലേക്ക് പോകണം. അണ്ടർഗ്രൗണ്ടിലുള്ള വോൾട്ടിക്കോ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇദ്ദേഹം 6th എക്സാമിനേഷൻ പാസ്സായി എന്നാണോ? സർ ലീ ഒന്ന് തലയെട്ടി. എന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് അവർ 3 പേരും കൂടിയും അണ്ടർഗ്രൗണ്ടിലുള്ള വേൾഡിലേക്ക് പോകുന്നതാണ്. ഞാൻ കേട്ടിട്ടുണ്ട് മാനുവൽ ലൈബ്രറിക്ക് ഒരു അണ്ടർഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടെന്ന്, പക്ഷേ എനിക്കത് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രൊഫസർമാരൊക്കെ സർ ലീനെ ഗ്രീറ്റിങ്സ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് വേൾഡിലേക്ക് പോകണം. അത് കേട്ടപ്പോൾ അവിടുത്തെ പ്രൊഫസർമാരൊന്ന് ഞെട്ടി. അപ്പോൾ അതിനർത്ഥം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ യങ് മാൻ 6th എക്സാമിനേഷൻ പാസ്സായി എന്നാണോ? ഇവനെ കാണാനാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും മാർഷൽ ആർട്സ് പഠിക്കാത്ത ഒരു വെൽത്തി ആയിട്ടുള്ളൊരു യങ് മാസ്റ്ററിനെ പോലെയാണ്. പക്ഷേ ഇവൻ വൺ ഓഫ് ദ എൽഡേഴ്സിനെ തന്നെ തോപ്പിച്ചു കളഞ്ഞോ? എൻ്റെ ഈ എൻ്റയർ കരിയറിൽ തന്നെ ഈ അണ്ടർഗ്രൗണ്ടിലത്തെ വോൾട്ട് ഒരിക്കൽ പോലും ഓപ്പൺ ആക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അതാണെങ്കിൽ അവർ 3 പേരും പാടെ അറ്റ് എ ടൈം കീട്ട് തിരിക്കണം, എന്നാലും അത് ഓപ്പൺ ആവുക. ആ ഡോറ് തുറന്നപ്പോഴുള്ള സൗണ്ട് തന്നെ ഭയങ്കരമായിരുന്നു. കാരണം കുറേ കാലമായിട്ട് തുറക്കാത്തൊരു ഡോറായതുകൊണ്ട്. ആ കോൾഡ് എയറിന് ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സ്മെല്ല് വരുന്നുണ്ട്. അവിടെ ഏതെങ്കിലും അനിമലിൻ്റെ ഹൈഡ് ചെയ്ത് വെച്ചുക്കണോ? അവിടുത്തെ സ്മെല്ലൊന്നും ശരിയല്ല. എന്നെ നോക്കുമ്പോൾ സർ ലീ ഒരു ലാമ്പ് എടുത്ത് യോവോണിനെ കൊണ്ടായിട്ട് ഉള്ളിലേക്ക് കയറി. ഇതാണ് ആ 2ാമത്തെ ഒബ്ജക്റ്റീവ്. അത് കണ്ടപ്പോൾ തന്നെ യോവോണൊന്ന് ആകെ ഞെട്ടി. എന്താ ഇത്? ഒരു മുറിച്ചു വെച്ച കൈ, ഹ്യൂമൻ സ്കിൻ. അത് എംബാൾമിങ്ങിന് യൂസ് ചെയ്യണ മെഡിസിൻ്റെ മണാണോ? അത് മാത്രമല്ല, അതൊക്കെ കട്ട് ചെയ്തേക്കണ ഒരു സേബറും കൊണ്ടാ. ഇത് സേബറും കൊണ്ടുള്ളൊരു നോർമൽ സ്ലാഷ് അല്ലല്ലോ. എനിക്കിതിന്ന് ഒരു ഷാർപ്പ് എനർജി തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. യോഗോണൊന്ന് കണ്ണടച്ച് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. നോക്കുമ്പോൾ പെട്ടെന്നൊരുത്തം വന്നു, ഒരു സേബറും കൊണ്ട്. യോവോണും അവനും നേർക്ക് നേരിങ്ങനെ നിൽക്കുകയാണ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. യോവോണാണെങ്കിൽ ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കത്തെ 5th കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോം യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അവൻ്റെ ഇമാജിനേഷനിലുള്ള ആ സേബർ യൂസ് ചെയ്യുന്ന ആളും വിട്ടുകൊടുത്തില്ല. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതെങ്ങനെ സാധിക്കുന്നു? യോവോണാണെങ്കിൽ ആകെ ഞെട്ടി അതൊന്ന് ഇമാജിനേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന്. ഇങ്ങനത്തെ ഒരു സേബർ ടെക്നിക്ക് ഉള്ള കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു. ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് പോലും ഈ ടെക്നിക്കിൻ്റെ 2 ഫോംസിൻ്റെ മേലേക്ക് എനിക്ക് ബ്ലോക്ക് ചെയ്യാനേ സാധിക്കുന്നില്ല. ശരിക്കും ഈ ടെക്നിക്ക് ഒരു അതർ വേൾഡിലാണ്. ഇതിനെ തോൽപ്പിക്കാൻ പറ്റിയ ഒന്നെങ്കിൽ ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ടിനോ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കൗണ്ടർ ടെക്നിക്കിനോ മാത്രമേ പറ്റുള്ളൂ. ഈ മുറിച്ചു വെച്ച കൈ, അത് സോഡ് ഡീമൻ്റെ ആണോ? നിനക്കെന്തായാലും ഒരു ഷാർപ്പായിട്ട് ഐ തന്നെയാണുള്ളത്. നീ പറഞ്ഞത് ശരിയാ. ആ റൈറ്റ് ആം അത് സോഡ് ഡീമൻ്റെ ആണ്. പിന്നെ ഈ ഹ്യൂമൻ സ്കിൻസ് ആണെങ്കിൽ അത് സോൾജിയേഴ്സിൻ്റെയും 500 വർഷം മുന്നത്തെ പാട്രിയാർക്കിന് സർവ് ചെയ്തിരുന്ന റൈറ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡിൻ്റെയാണ്. ഇതാണ് സോഡ് ഡീമൻ ഉണ്ടാക്കിയ മാനുവൽസ്. അതിൽ 3 ഉള്ളൂ. ഒന്ന് കണ്ടംപററി ഡീമൻ സോഡ്, പിന്നെ ഒന്ന് 24 ഡീമൻ സോഡ്, പിന്നെ അടുത്തത് അനാലിസിസ് ഓഫ് ദി ബെർസെക് സേബർ ഗോഡ്സ് ടെക്നിക്ക്. ഓ, അപ്പോൾ ഈ സ്ഥലം ഡിമോണിക് ലോഡിൻ്റെ ഒരു ട്രൂ സക്സസറെ കണ്ടെത്താൻ മാത്രമുള്ളൊരു സ്ഥലമല്ല, സോഡ് ഡീമൻ്റെ വിസ്ഡം ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്താനും കൂടിയുള്ളൊരു സ്ഥലമാണിതല്ലേ? അത് ശരിയാ. നിങ്ങൾക്ക് ഇത്രയും ഒരു ഡീപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നത് തന്നെ ബെർസെക് സേബർ ഗോഡിൻ്റെ ടെക്നിക്കിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വാരിയേഴ്സിനെ വളർത്തിയെടുക്കലാണ് ഇവിടുത്തെ ഗോൾ. സോഡ് ഡീമൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് പോയ കുറച്ച് വാക്കുകളുണ്ട്. എന്താ അത്?
സ്വാഡ് ഡീമൻ്റെയും ബെർസെക് സേബർ ഗോഡിൻ്റെയും ബാറ്റിൽ സമനിലയിലാണ് അവസാനിച്ചത്. പക്ഷേ അറ്റ് എ ടൈം ബെർസെക് സേബർ ഗോഡ് ബാറ്റിലിൻ്റെ ടൈമിൽ ഡിസപ്പിയർ ആയി പോവുകയാണ് ചെയ്തത്. പിന്നെ നമ്മളെ കാണിക്കുന്നത് അന്നത്തെ സംഭവമാണ്. ബെർസെക് സേബർ ഗോഡാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വരികയാണ്. വന്നിട്ട് നേരെ സ്വാഡ് ഡീമൻ്റെ ആ റൈറ്റ് ആമും കട്ട് ചെയ്ത് ഒരൊറ്റ ചാട്ടാണ് ചാടി. ഞാൻ വീണ്ടും തിരിച്ചു വരുവടാ. അന്ന് അങ്ങനെ പറഞ്ഞ് പോയതാണ് ബെർസെക് സേബർ ഗോഡ്. അതിനുശേഷം സ്വാഡ് ഡീമൻ 4 ദിവസം വെയിറ്റ് ചെയ്തു. പക്ഷേ അവസാനത്തിൽ ബെർസെക് സേബർ ഗോഡ് തിരിച്ചു വന്നില്ല. അങ്ങനെയാണ് ആ ബാറ്റിൽ ഞങ്ങൾ സമനിലയായിട്ട് കൺസിഡർ ചെയ്ത്. സ്വാഡ് ഡീമൻ മരിക്കുന്നതിന് മുമ്പുള്ള 15 വർഷത്തിൽ ഒരിക്കൽ പോലും ബെർസെക് സേബർ ഗോഡ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടിപ്പോൾ 500 വർഷമായി. ഓണസ്റ്റായി പറയുകയാണെങ്കിൽ ബെർസെക് സേബർ ഗോഡിനൊരു പിൻഗാമി വരുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അവൻ്റെ സേബർ ടെക്നിക്കിനെ കൗണ്ടർ ചെയ്യാൻ നീ പഠിക്കണം. എന്നിട്ട് സ്വാഡ് ഡീമന് വേണ്ടി പ്രതികാരം ചെയ്യണം. ഈ അണ്ടർഗ്രൗണ്ട് വേൾഡിൽ നിനക്ക് എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. ഇവിടെ ഒരു ടൈം ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കീ നിനക്ക് തരികയാണ്. നിനക്ക് അകത്തുനിന്ന് ഈ വാതിൽ തുറക്കാം. പക്ഷെ പുറത്തു വരണമെങ്കിൽ ഈ കീ വേണ്ടി വരും. അതും കൊടുത്ത് സർ ലീ ആ അണ്ടർഗ്രൗണ്ട് വേൾഡിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്വാഡ് ഡീമൻ എഴുതിയൊരു മാനുവലോ? പെർഫെക്റ്റ്. ഞാനോ സ്കാൻ ചെയ്യാൻ റെഡി ആയിക്കോ. ഓക്കെ. കണ്ടംപററി ഡീമൻ സോഡോ? ഇതെന്തായാലും ആ 6 സെക്റ്റിൻ്റെ മാർഷൽ ആർട്സ് ടെക്നിക്കിനേക്കാളും ബെറ്റർ ആവും. പക്ഷേ ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ടോ അൾട്ടിമേറ്റ് കൗണ്ടർ ടെക്നിക്കിനോ പോലൊരു റിഫൈൻഡ് ആയിട്ടുള്ള ഒന്നല്ല ഇത്. ഇതെന്തായാലും എൻ്റെ സ്വാഡ് വീൽഡിങ് ഫോളോവേഴ്സിനെ പഠിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ടെക്നിക്കാണ്. വീക്ക് സ്പോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബെർസെക് സേബർ ഗോഡിൻ്റെ ടെക്നിക്കിൻ്റെ ഒരു അനാലിസിസ് ഉണ്ട്. പക്ഷേ ഇത് കണ്ടിട്ട് ഇതത്രത്തോളം ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. വെയിറ്റ്, ഇതെന്താ 24 ഡീമൻ സോഡോ? അൾട്ടിമേറ്റ് കൗണ്ടർ ടെക്നിക്ക് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത അവേക്കനിങ്ങിനെ ബേസ് ചെയ്തുള്ളൊരു ന്യൂ സോഡ് ആർട്ടാണല്ലോ ഇത്. ഓ, അപ്പോൾ ഇതാണല്ലേ ന്യൂ അൾട്ടിമേറ്റ് സോഡ് ടെക്നിക്ക് സ്വാഡ് ഡീമൻ ബെർസെക് സേബർ ഗോഡിനെ വീഴ്ത്താൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തത്. എന്തൊക്കെയായാലും എനിക്കിത് പറയാൻ തീരെ ഇഷ്ടമല്ല. പക്ഷേ സ്വാഡ് ഡീമൻ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്വാഡ് ഡീമൻ തോൽക്കുമായിരുന്നു. ഞാൻ എൻ്റെ മൈൻഡിൽ കണ്ട ബെർസെക് സേബർ ഗോഡിൻ്റെ ടെക്നിക്ക് ഭയങ്കര പവർഫുള്ളായിരുന്നു. അത് ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ടത്തെ 4th കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോമിനെ വരെ മറിച്ചു വെച്ചു. എനിക്കെന്തായാലും അതൊന്ന് കാണണം. നാനോ ആക്ടിവേറ്റ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. നാനോ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആക്ടിവേറ്റ് ആക്കി കൊടുത്തു. നാനോ, എനിക്ക് ഈ മുറിഞ്ഞ കയ്യിൽ നിന്നുള്ള സേബറിൻ്റെ ഒരു മാർക്ക് വെച്ചിട്ട് സിമുലേഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, അത് സാധിക്കും. എങ്കിൽ ആ സിമുലേഷൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യേ. ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ടത്തെ 4th കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോമിന് എതിരെ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കായിട്ടത്. ഓക്കെ. നാനോ പറഞ്ഞ പോലെ തന്നെ അത് ഉണ്ടാക്കി കൊടുത്തു. ആ 2 അവതാറുമ്പാടെ പൊരിഞ്ഞ ഫൈറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുക. അതിൽ ആരാണ് ജയിക്കുക എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിക്കാണ് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇതെങ്ങനെ സാധിച്ച്? ഒരു സിംഗിൾ സ്ട്രൈക്കിൻ്റെ വ്യത്യാസത്തിൽ ബെർസെക് സേബർ ഗോഡിൻ്റെ ടെക്നിക്കിനെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ അതാണെങ്കിൽ ഒരു 3 സ്റ്റെപ്പ് ബാക്കിലേക്ക് തന്നെ പുഷ് ചെയ്തു. ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ടാണെങ്കിൽ കൂടുതൽ പ്രിസൈസാണ്. പക്ഷേ ബെർസെക് സേബർ ഗോഡിൻ്റെ ടെക്നിക്കാണ് കൂടുതൽ റോ പവർ ഹോൾഡ് ചെയ്യണം. ഈ മുറിഞ്ഞ കയ്യത്തെ മാർക്കൊക്കെ ബെർസെക് സേബർ ഗോഡിൻ്റെ ടെക്നിക്കത്തെ ഫൈനൽ ഫോമാണെങ്കിൽ അതിനർത്ഥം അത് ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ടിനേക്കാളിലും ചെറുതായിട്ട് താഴെയാണ് നിൽക്കുന്നത്. പക്ഷേ അവൻ്റെ അടുത്ത് സീക്രറ്റായിട്ടൊരു ടെക്നിക്കും പാടുണ്ടായിരുന്നെങ്കിൽ ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ടിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് അത് മാത്രമാകുമായിരുന്നു. അവർക്കിപ്പോൾ ഞാനാണോ ഈ സേബർ ടെക്നിക്കിനെ കൗണ്ടർ ചെയ്യേണ്ടത്? എനിക്ക് നാനോ ഉണ്ടല്ലോ എൻ്റെ സൈഡിൽ. നാനോക്കെ ആണെങ്കിൽ ആക്യുറേറ്റായിട്ട് തന്നെ ആ സോഡ് ഡീമൻ്റെ മുറിഞ്ഞ കയ്യിൽ നിന്ന് ആ സേബറിൻ്റെ മാർക്കൊക്കെ വെച്ചിട്ട് ഈ ഫോം വീണ്ടും ഉണ്ടാക്കിത്തരാൻ കഴിയും. ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ടിനെ വരെ മറിച്ച് വെക്കണ ഒരു സേബർ ടെക്നിക്കല്ലേ. ഇതെന്തായാലും ഒരു ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോഴത്തെ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ഈ അക്കാഡമിയിൽ പ്രവേശിച്ചിട്ട് 3 വർഷം 7 മാസവും കഴിഞ്ഞു. അവരിൽ 56 പേര് 4th എക്സാമിനേഷൻ പാസ്സായി. 7 പേരാണ് 5th എക്സാമിനേഷൻ പാസ്സായത്. ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ 6th എക്സാമിനേഷൻ പാസ്സായിട്ട്. സ്റ്റാർട്ടിങ്ങിൽ 1000 സ്റ്റുഡൻറ്റിൻ്റെ അടുത്തുണ്ടായിരുന്നതിൽ ഇപ്പോൾ 64 പേര് മാത്രമേ ബാക്കിയുള്ളൂ. ഇതാണ് ഈ അക്കാഡമിയത്തെ ബെസ്റ്റ് റെക്കോർഡ്.
എന്തായാലും മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ മൈനർ പ്രീസ്റ്റോഡിനുള്ള ഗ്രാൻഡ് ടൂർണമെൻറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാൻഡിഡേറ്റ്സ് 5th എക്സാമിനേഷൻ പാസ്സാവുന്നതിന് മുന്നേ തന്നെ അവരുടെ ഫോളോവേഴ്സിനെ കൂട്ടണം. പക്ഷേ അതിൽ കൂടുതലായിട്ട് ലീഡ് ചെയ്ത് നിന്നിരുന്ന സേബർ സെക്ടത്തെ യൂച്ചാൻജിയോണാണെങ്കിൽ എലിമിനേറ്റ് ആയി പോയി. അതിനുശേഷം ലീഡിൽ നിന്നിരുന്ന ഷോർട്ട് സെക്ടത്തെ ഗിയോങ്ങോൺജിയോൻ്റെ കൈമുറിഞ്ഞ രീതിക്ക് അവനും ഈ അക്കാഡമി വിട്ടുപോയി. അവസാനത്തിൽ ആ 6 കാൻഡിഡേറ്റ്സിൽ 5 പേർക്കും അവരുടെ ഈ അക്കാഡമിയുടെ ടൈം ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആകെ ഇനി കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ളത് യോവോൺജിയോണും മുയോൺജിയോണുമാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് അക്കാഡമിയിലെ നോർത്ത് വെസ്റ്റേൺ ഫീൽഡാണ്. യങ് മാസ്റ്റർ മുയോൺജിയോൺ ഇപ്പോൾ ഇവിടെ ഇല്ല. അദ്ദേഹമാണെങ്കിൽ നമുക്ക് ഒരു ഓർഡറും തന്നിട്ടുമില്ല. അപ്പോൾ നമ്മൾ തന്നെ യോവോൺജിയോണിനെ തീർക്കാൻ വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യണത് ഓക്കെ ആണോ? അദ്ദേഹം നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട്. അദ്ദേഹം എല്ലാ എക്സ്റ്റേണൽ മാറ്റേഴ്സിനും എന്നെയാണ് ഇൻചാർജാക്കി വെച്ചിട്ടുള്ളത്. യങ് മാസ്റ്റർ മൊയോൺജിയോണാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാർഷൽ ആർട്സ് പവറൊക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോക്കസിലാണ്. യോവോൺജിയോണിനെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമ്മൾ വിട്ടാൽ അവനെ പിന്നെ ടേക്ക് ഡൗൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഇത് ഷാഡോ സെക്ടത്തെ പിൻഗാമിയായ ജിൻയോൺമോ. നീ പറഞ്ഞതിലും പോയിൻ്റ് ഉണ്ട് ജിൻയോൺ. പക്ഷേ നീ പറയുന്നത് പോയിസൺ സെക്ടത്തെ ചീഫിനെ തന്നെ ഡിഫീറ്റ് ചെയ്ത ഒരുത്തനെക്കുറിച്ചാണ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നീ എക്സ്പെക്റ്റ് ചെയ്യണത്? അതിന് പകരം ഒരു ലീഡറിനെയും ഫോളോ ചെയ്യാൻ തീരുമാനിക്കാത്ത ഒരു 10 പേരെ നമുക്ക് റിക്രൂട്ട് ചെയ്തെടുത്താൽ പോരെ? അത് ശരിയാ, നമുക്ക് കൂടുതൽ സ്റ്റുഡൻറ്റിനെ റിക്രൂട്ട് ചെയ്താൽ പോരെ? അറ്റ്ലീസ്റ്റ് നമുക്ക് വാരിയർ ഡാൻസ് സെക്ടത്തെ ചക്സമയും ഫ്ലൈയിങ് ഫാൻറ്റം സെക്ടത്തെ യാഹുവാനെയും റിക്രൂട്ട് ചെയ്യണം. നമുക്ക് അവരുടെ സപ്പോർട്ടും പാടെ കിട്ടുകയാണെങ്കിൽ ഇവിടെ എന്തായാലും നമുക്കാണ് അഡ്വാൻറ്റേജ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് അവരെക്കുറിച്ചാണ്. ചക്സമയും യാഹുവാനും. 9th എൽഡറിൻ്റെ മകൻ ചക്സമയും 11th എൽഡറായ ഒഹ്യുവാൻ്റെ മകൻ യാഹുവാനും. ചക്സമനെ റിക്രൂട്ട് ചെയ്യണ കാര്യം എനിക്ക് മനസ്സിലായി. എന്തിനാ യാഹുവാൻ? ഞാനിപ്പോൾ റീസെൻ്റായിട്ട് കേട്ടത് യോവോൺ പേഴ്സണൽ ട്രെയിനിങ് റൂമൊക്കെ പോയി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്കവൻ്റെ റിസോഴ്സസൊക്കെ കട്ട് ചെയ്യുക, എന്നിട്ട് അവനെ അങ്ങ് തീർക്കാം. നീ എന്ത് തേങ്ങയാടാ ഈ പറയുന്നത്? അവൻ്റെ ഫോളോവേഴ്സിൻ്റെ ഒപ്പം കളിച്ച മറ്റ് 2 കാൻഡിഡേറ്റ്സിൻ്റെയും കൈ തന്നെ പോയിട്ടുണ്ട്. ആ ബേഗിനൊന്ന് ചൊറിഞ്ഞതിന് ആ ജോങ്സോംജിയോൻ്റെ ലോവർ അബ്ഡമൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞവനാണ് അവൻ. നമുക്ക് നമ്മുടെ ക്ലാസിക് ടെക്നിക്ക് യൂസ് ചെയ്യുക, നമ്മുടെ എനിമീസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിക്കുന്നുണ്ട്. അതാവുമ്പോൾ ആ മോൺസ്റ്ററിനെ നേരെ പോയി നമുക്ക് തീർക്കേണ്ട കാര്യമല്ല. ഓ, അങ്ങനെയാണെങ്കിൽ അവനെ വീഴ്ത്താൻ നീ ആരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇവിടെ അവനെ അങ്ങേയറ്റം വെറുക്കുന്ന 4 വ്യക്തികളുണ്ട്. ഒരു മിനിറ്റ്, നീ ചിന്തിക്കുന്നത് അവരെക്കുറിച്ചല്ലല്ലോ? പിന്നെ നമ്മളെ കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ 4 PM ആണ്. അഡമൻറ്റൈൻ സ്റ്റോൺ ട്രെയിനിങ് റൂമിലാണ്. യോഗുണാണെങ്കിൽ അവിടെ ഭയങ്കര പ്രാക്ടീസിലാണ്. ആ അണ്ടർഗ്രൗണ്ട് വേൾഡിൽ നിന്ന് പിന്നെയും കുറേ അറിവ് കിട്ടിയല്ലോ അവനെ. അതൊക്കെ വെച്ച് പിന്നെയും ഭയങ്കര പ്രാക്ടീസിങ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളത് സാധിച്ചു നാനോ. ബെർസെക് സേബർ ഗോഡിൻ്റെ ഫസ്റ്റ് കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോം നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ബെർസെക് സേബർ ഗോഡിൻ്റെ ആ സേബർ മാർക്കിൽ നിന്ന് നാനോ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത 6 ഫോംസ് യോഗോണിനെ പഠിക്കാൻ സാധിച്ചു. പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ള കീ സർക്കുലേഷൻ ടെക്നിക്ക് ഇല്ലാത്തതുകൊണ്ട് അവനെക്കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. എന്തൊക്കെയായാലും അവന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരുന്നില്ല. ഈ 3 വർഷവും 3 മാസവും എടുത്ത ഐസൊലേഷൻ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ നാനോ ആണെങ്കിൽ കുറേ മാർഷൽ ആർട്സ് ഫോംസ് റിസർച്ച് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുകൊണ്ട് തന്നെ പല കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോമിൻ്റെയും ട്രൂ പവറിനെ കാണിക്കണ കീ സർക്കുലേഷൻ ടെക്നിക്കിൻ്റെ സിമുലേഷന് ക്രിയേറ്റ് ചെയ്യാൻ നാനോയെക്കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഒറിജിനലിൻ്റെ അത്ര സ്റ്റേബിളായിട്ടുള്ളൊരു ടെക്നിക്ക് അല്ലെങ്കിലും നാനോൻ്റെ ഒരു വെർഷനിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. സ്വോർഡ് ഡീമൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാണ് അദ്ദേഹം എന്തായാലും ഷോക്കായിട്ടുണ്ടാവും, വെറും സേബർ മാർക്കിൽ നിന്ന് ഞാൻ ഈ ടെക്നിക്ക് പഠിച്ചെടുത്തത് കണ്ടാൽ. പിന്നെ നമ്മളെ കാണിക്കുന്നത് അക്കാഡമിക് കഫറ്റീരിയയാണ്. അവരിന്ന് രാത്രി എന്തെങ്കിലും സ്പൈസി ആയിട്ടുള്ള ഫുഡാണോ തരുന്നത്? പെർഫെക്റ്റ്. ഞാനാണെങ്കിൽ എന്തെങ്കിലും സ്പൈസി ആയിട്ടുള്ളത് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. യോഗൂണിന് ഫുഡ് കൊടുത്തു. അത് കണ്ടപ്പോഴാണ് യോഗൂൺ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ദൂരെ മാറി ഇന്ന് ഒരുത്തം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഓക്കെ അല്ലേ? യെസ്, ഞാൻ ഓക്കെയാണ്.
ഈ ബോയിലിംഗ് പോട്ടിൻ്റെ ഫ്രണ്ടിൽ ഈ ദിവസം മൊത്തം നിന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടെടുക്കണു, അത്രേ ഉള്ളൂ. യോവോണ് ഫുഡും വാങ്ങി അവിടെ നിന്ന് നടന്നു. അപ്പോഴും അവനാണെങ്കിൽ യോവോണിനെ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അവിടെ. പക്ഷേ ആ ഫുഡ് വാങ്ങിയിട്ട് യോവൂൺ അത് കഴിക്കണില്ല. യോവൂൺ എന്തോ സംശയമുള്ള പോലെ അയക്കും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവന് മനസ്സിലായോ അത്? യോവൂൺ ഫുഡ് കഴിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ പോലെ അവനൊന്ന് ഫീൽ ചെയ്തു. പിന്നെ നോക്കുമ്പോൾ അവൻ ഒറ്റയടിക്ക് ആ ഫുഡ് കഴിച്ച് തീർക്കേണ്ടത് കാണിക്കണ്. അവനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അവൻ്റെ പ്ലാൻ എന്തോ വർക്കൗട്ടായ പോലെ. പിന്നെ നമ്മളെ കാണിക്കുന്നത് അഡമൻ്റ് ഐൻസ്റ്റോൺ ട്രെയിനിങ് റൂമിൻ്റെ ഫ്രണ്ട് സൈഡാണ്. നീ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ ലോഡ് ഇന്നത്തെ ഡിന്നറും സ്കിപ്പ് ചെയ്യുന്ന? അദ്ദേഹം എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഭക്ഷണം കഴിക്കണില്ലേ? ഇന്നലെ ഞാൻ അദ്ദേഹത്തിനെ കഫറ്റീരിയയിൽ കണ്ടില്ല. അപ്പോൾ ഇന്ന് ചിലപ്പോൾ അവിടെ ഉണ്ടാവും. ഈ സംഗ്വേയും ബേഗിയും നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ലോഡിൻ്റെ ഒപ്പം മീൽ കഴിക്കായിരുന്നു. ഇയോബോങ് ലോഡിനെ ഇഷ്ടപ്പെടുന്ന പോലെ ഗ്യൂനും ലോഡിനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ചിലപ്പോഴൊക്കെ അതൊരു തരം റൊമാൻറ്റിക് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുമാത്രമല്ല, അവന് മാർഷൽ ആർട്സിൽ സ്ട്രോങ് ആണെങ്കിൽ പോലും അവന് ഒരു വുമൻലി ബോഡിയാണ് ഉള്ളത്. ഞാനെന്താ ഈ ഗ്യൂനൊരു ഗേളായിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നത് യോവോൻ്റെ ഫോളോവേഴ്സ് എല്ലാവരും പാടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കഫറ്റീരിയക്ക് പോകണതാ. നിനക്ക് ചെയ്യാൻ പറ്റുന്ന ലീസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിന്നെ വെയിറ്റ് ചെയ്ത് നിന്ന ആൾക്കാർക്ക് കുറച്ച് റെസ്പെക്റ്റ് കാണിക്കുകയും ടൈമിന് പുറത്ത് വരിക എന്നുള്ളതാണ്. ഞാൻ എന്തായാലും ഇന്നേരത്തേക്കാളും നേരത്തെയാണ് അല്ലേ? എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കുക. പെട്ടെന്ന് നോക്കുമ്പോൾ അവരെ തടഞ്ഞുകൊണ്ട് ആ മുയോൺ ചിയോൻ്റെ ഫോളോവേഴ്സ് എല്ലാവരും പാടെ അവരെ വട്ടിട്ട് നിന്നു. നോക്കുമ്പോൾ അപ്പുറത്താണെങ്കിൽ യോവൂണിനെതിരെയും ഒരു 4 പേര് വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാ പരിചയമുള്ള മുഖങ്ങളും ഉണ്ടല്ലോ. സ്റ്റെൽത്ത് സെക്റ്റും ഷാഡോ സെക്റ്റും പാടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു അത്ഭുതമായി മാറുമായിരുന്നു. നോക്കുമ്പോൾ അതൊക്കെ മറ്റ് 4 സെക്റ്റത്തെ സ്വാഡ് സെക്റ്റ്, മ്യൂസിഷ്യൻ സെക്റ്റ്, സേബർ സെക്റ്റ്, പോയ്സൺ സെക്റ്റ് അതിലത്തൊക്കെ പിൻഗാമികളാണ്. യോഹൂൺ ചിയോൺ, നീ എന്താടാ വിചാരിച്ച്? എൻ്റെ ബ്രദർ ജോങ്സിയോമിൻ്റെ ലോവർ അബ്ഡോമൻ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്തു, എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കൊല്ലുകയും ചെയ്തിട്ട് നിനക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് പോകാമെന്ന് നീ വിചാരിച്ചോ? നീ എന്താടാ വിചാരിച്ച്? നിന്നെപ്പോലത്തെ ഒരു ലോലി ബ്ലഡ് ആയിട്ടുള്ള ഒരുത്തം മൈനർ പ്രിസ്യൂഡിന് ഡിസർവ് ആണെന്നോ? നീ നിൻ്റെ സ്ഥാനം നോക്കി കളിക്കടാ. പെട്ടെന്ന് അവരെല്ലാവരും പാടെ അവരുടെ സ്വോർഡൊക്കെ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡിയായി നിന്നു. അപ്പോൾ നിങ്ങൾ 4 പേരും വിചാരിച്ച് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്നെ അങ്ങോട്ട് തീർക്കാമെന്നാണല്ലേ? കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് വേറെന്തോ സീക്രറ്റ് ആയിട്ടുള്ളൊരു കാര്യം പാടുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. നീ വെറൊരു ലോലി സർവൻ്റ് മാത്രാടാ. നിൻ്റെ ഫുഡിൽ ഞാൻ നേരത്തെ തന്നെ പോയ്സൺ ചേർത്തിട്ടുണ്ടാ. കീ സ്പ്ലിറ്റിംഗ് പോയ്സണും എൻ്റെ തന്നെ പോയ്സൺ എസെൻസും ചേർത്തിട്ടുണ്ട് ഞാൻ. നിനക്കറിയില്ല ഞാൻ എത്രത്തോളം ഇതിനു വേണ്ടി ഹാർഡായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. നീയായിരിക്കും ഇവിടുത്തെ മോസ്റ്റ് കെയർഫുൾ പേഴ്സൺ. പക്ഷേ എല്ലാ ദിവസവും ഫുഡ് സെർവ് ചെയ്യണ ഒരു കുക്കിനെ ആരും സംശയിക്കില്ലടാ. നിനക്ക് സൂപ്പ് വിളമ്പി തന്ന ആ ലാഡിൽ പോലും പോയ്സൺ ചേർത്തിട്ടുണ്ട്. നിൻ്റെ ബോഡിക്ക് പോയ്സൺ കയറിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നിനക്ക് ഡിഫെൻസീവ് എനർജി യൂസ് ചെയ്യാം. പക്ഷേ നീ വിഴുങ്ങിക്കഴിഞ്ഞാൽ പോയ്സണെ നിനക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ കീ സ്പ്ലിറ്റിംഗ് പോയ്സൺ കാരണം നിനക്ക് 6 മണിക്കൂർ നേരത്തേക്ക് നിൻ്റെ ഇൻറ്റേർണൽ എനർജി പുറത്ത് വിടാനേ സാധിക്കില്ല. ഡിസ്ട്രക്റ്റീവ് ഡിമോണിക് പോയ്സൺ സ്റ്റേറ്റിൻ്റെ എസെൻസ് ഉപയോഗിച്ചിട്ടുള്ള ആ പോയ്സണ് നിൻ്റെ ശരീരത്തിനെ മൊത്തത്തിൽ മെൽറ്റ് ചെയ്ത് കളയും. നിനക്കൊരു വേദനയുള്ള മരണമാവും അത് തരിക. നിന്നെ കണ്ടിട്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയി തോന്നുന്നുണ്ടല്ലോ യോവോൺ. എന്തായാലും നിൻ്റെ ഫോളോവേഴ്സിൻ്റെ ഒപ്പം വൈകാതെ നീയും ഇൻഫർമറിയിലേക്ക് പോണത് ആലോചിക്കുമ്പോൾ ബാഡായിട്ട് തോന്നുന്നുണ്ട്. അത് തന്നെ നിനക്ക് ഇവിടുന്ന് ജീവനോടെ പുറത്ത് പോകാൻ കഴിയുമെങ്കിൽ മാത്രം. എന്ത്? എൻ്റെ ഫോളോവേഴ്സോ? അപ്പോൾ അവരാ ഷാഡോ സെക്റ്റ് ചെയ്ത ബാസ്റ്റേഡ്സിൻ്റെ ഒപ്പമാണോ വർക്ക് ചെയ്യണത്? മൊയോൺ ടിയോണും ഇതിൻ്റെ ഒരു പാർട്ടാണെങ്കിൽ ഇത് നല്ലതല്ല. യോബണ് പെട്ടെന്ന് തന്നെ അവൻ്റെ സേബർ പുറത്തേക്കെടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡിയായി നിന്നു. എനിക്കിതിന് തീരെ സമയമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാം. യു അറോഗൻ ലിറ്റിൽ ബ്രാറ്റ്, നീ എൻ്റെ സിസ്റ്ററിൻ്റെ കൈ തന്നെ മുറിച്ചു കളഞ്ഞു. അതുകൊണ്ട് നിൻ്റെ 2 കൈയും മുറിച്ച് ഞാൻ ഈ തിങ്സൊക്കെ ഫെയർ ആക്കി മാറ്റാം. പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ അവളുടെ ആ സോഡ് തന്നെ അവിടെ വെച്ചിട്ട് മുറിഞ്ഞു പോയി. യോവണാണെങ്കിൽ പിന്നെ ഒന്നും നോക്കില്ല. അവൻ്റെ പേരിനോട് നീതി പുലർത്തണല്ലോ അവനെ. അതുകൊണ്ട് തന്നെ ആ കൈയ്യണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ നിൻ്റെ പക കളിച്ചിരിക്കാൻ എനിക്ക് തീരെ സമയമില്ലാന്ന്. അവളാണെങ്കിൽ ആ കൈ മുറിഞ്ഞ വേദനയിൽ അവിടെ ആകെ അലറി കരയാൻ തുടങ്ങി. അത് അഡ്വാൻസ്ഡ് കീ ആണോ? ഇതെങ്ങനെ പോസിബിൾ ആവണ്? എനിക്കുറപ്പാണ്, ഞാൻ കണ്ടതാ അവൻ ആ സൂപ്പ് മുഴുവൻ കുടിക്കണ്.
പിന്നെ ഇതെങ്ങനെ? നീ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചാണോ? യോവൂണ് അവൻ്റെ കൈ ചുരുട്ടിപ്പിടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പോയിസൺ വരുത്തി. എന്നിട്ട് അതാണെങ്കിൽ നേരെ താഴെ കിടക്കണ ആ സ്റ്റുഡൻറ്റിൻ്റെ മേലേക്ക് വീഴ്ത്തിച്ച് വേദനിപ്പിക്കാൻ തുടങ്ങി. അവളാണെങ്കിൽ വേദന കൊണ്ട് പിന്നെ അലറാൻ തുടങ്ങി ആകെ. നീ എന്താടാ വിചാരിച്ചേ? ഇതുപോലത്തെ ചീപ്പ് ട്രിക്കൊക്കെ എൻ്റെ മേളിൽ വർക്കാവുമെന്ന് വിചാരിച്ചോ നീ? ഇപ്പോഴാണ് നമുക്ക് യോവൂൺ ആ സൂപ്പ് കുടിക്കുമ്പോണ്ടായിരുന്ന സംഭവങ്ങൾ അങ്ങനെ കാണിക്കുന്നത്. യോവൂണാണെങ്കിൽ ആ സൂപ്പ് കിട്ടിയപ്പോൾ തന്നെ നാനോയോട് ആ സൂപ്പിലുള്ള കണ്ടൻസൊക്കെ അനലൈസ് ചെയ്യാൻ പറഞ്ഞു. അനലൈസ് ചെയ്തപ്പോൾ ഈ സൂപ്പിലൊരു ഹാംഫുൾ പോയിസൺ ഉണ്ട്. അത് ബോഡിയിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ അവരുടെ ഈ ലിറ്റിൽ സ്കീം ഞാൻ പിടിച്ചതായിട്ട് അവരറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരുടെ പ്ലാനാണോ അവരെൻ്റെ മുമ്പിലോട്ട് വരില്ല. ഞാനോ ഈ പോയിസണ് എൻ്റെ ബോഡിയിൽ മൊത്തത്തിൽ സ്പ്രെഡ് ആവണ നിർത്തിയിട്ട് ഇതെല്ലാതും കൂടിയും ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ നിനക്ക് കഴിയുമോ? യെസ്. ശരി, എങ്കിൽ ഞാൻ പറയണ വരെ അത് ആ ഒരു സ്ഥലത്ത് തന്നെ വെക്ക്. അവൻ ആ കീ സ്പ്ലിറ്റിംഗ് പോയിസൺ മുഴുവൻ കുടിച്ചതാണ്. എന്നിട്ടും അവൻ അതൊക്കെ ശേഖരിച്ച് ഒറ്റയടിക്ക് പുറത്ത് വിടാൻ കഴിഞ്ഞോ? അത് എനിക്ക് പോലും സാധിക്കാത്തൊരു കാര്യമാണ്. പെട്ടെന്ന് അവൻ വിളിച്ചു പറഞ്ഞു, എല്ലാവരും നിങ്ങളുടെ ബാഗ് ശ്രദ്ധിക്ക്. അപ്പോഴത്തേനും യോവൂണ് അതിലൊരുത്തൻ്റെ ബാഗിലേക്ക് ചെന്നിരുന്നു. എന്നിട്ട് അവൻ്റെ ബാക്കിൽ നിന്ന് ഒരൊറ്റ അറ്റാക്ക്. അവനാണെങ്കിൽ ചോരയും തെറിപ്പിച്ച് ദൂരൊക്കെ അങ്ങോട്ട് തെറിച്ച് പോയി. കോപ്പ്, ഞാൻ ആ ചോൽക്ക് പറഞ്ഞത് കേൾക്കാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇവരുടെ അടുത്ത് രക്ഷപ്പെടാൻ ഞാൻ വളരെ വൈകി. അവൻ എൻ്റെ ചെസ്റ്റിലുണ്ടാക്കിയ ഇഞ്ചുറി ഇപ്പോഴും മുഴുവനായിട്ട് മാറിയിട്ടില്ല. ഞാൻ വീണ്ടും ഇൻഫർമറിയിൽ പോയി കിടക്കേണ്ടി വരുമോ? പെട്ടെന്ന് യോവൂൺ അവിടെ ചെന്ന് നേരത്തെ അറ്റാക്ക് ചെയ്തവൻ്റെ തലയിലെന്നോട് ചവിട്ടി. ആ ചവിട്ടലിൻ്റെ ശക്തിയാണെങ്കിൽ അവൻ്റെ തല തന്നെ അങ്ങോട്ട് പൊളിഞ്ഞു പോയി. ഇല്ല, ഇതിങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അവൻ മരിച്ചു പോയി. ഇനി ഇത് ബാക്കിയുള്ള നിന്നെയൊക്കെ നോക്കാനുള്ള ടൈമാണ്. അതിലൊരുത്തനാണെങ്കിൽ ആകെ പേടിയാവാൻ തുടങ്ങി. അവനാണെങ്കിൽ യോവൂണിന് ഒരു മോൺസ്റ്ററിനെ പോലെയാണ് തോന്നിയത്. ഇല്ല, ഇങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് ജീവനോടെ പോകാൻ ഒരു വഴിയില്ല. നീ എന്താടാ ഭ്രാന്തനാണോ? നിനക്ക് ആ 6 സെറ്റിൻ്റെ ഒപ്പം കളിച്ചാൽ എന്തുണ്ടാവുമെന്ന് ആലോചിച്ച് പേടിയില്ലേ? ഇവിടെ പേടിച്ച് നിൽക്കേണ്ടത് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. യോവൂണാണെങ്കിൽ അവൻ്റെ ടെലികൈനസ് പവർ കൊണ്ട് ആ ദൂരെ കടന്നിരുന്ന സേബർ കൊണ്ടുവന്നു. അത് നേരെ അവരിലൊരുത്തൻ്റെ നെഞ്ചിലൂടെ തന്നെ കുത്തി ഇറക്കി. എനിക്കവരെ ശരിക്കും പേടിയുണ്ടായിരുന്നെങ്കിൽ ഞാനിതൊന്നും തുടങ്ങി വെക്കില്ലായിരുന്നല്ലോ. പെട്ടെന്ന് നോക്കുമ്പോൾ വാങ്ഹോലും യോവൂണിൻ്റെ ബാക്കിയുള്ള ഫോളോവേഴ്സൊക്കെ ഓടി വരാൻ തുടങ്ങി. അദ്ദേഹം ഈ ട്രെയിനിങ് റൂമിൻ്റെ അടുത്തുള്ളതായിട്ടൊന്നും കാണുന്നില്ല. നമുക്കിനി ഡോർമെറ്ററിയുടെ അടുത്തേക്ക് പോയോക്കാം. അപ്പോഴത്തേനും യോവൂൺ അവരെ തെരഞ്ഞ് ഇങ്ങോട്ട് വന്നു. മൈ ലോഡ്, യങ് മാസ്റ്റർ ചിയോൺ, നിങ്ങൾ ഓക്കെ അല്ലേ മൈ ലോഡ്? ഭാഗ്യം, ഞങ്ങൾ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നാണ് തോന്നുന്നത്. ഞാൻ ഓക്കെയാണ്. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുയോൺ ചിയോണിൻ്റെ ഫോളോവേഴ്സ് നിങ്ങളെ അറ്റാക്ക് ചെയ്തോ? നിങ്ങൾക്ക് എങ്ങനെ അതറിയുന്നത് മൈ ലോഡ്? പിന്നെ നമ്മളെ കാണിക്കുന്നത് അവിടുത്തെ സംഭവമാണ്. വാങ്ഹുൽ, ഞാൻ കേട്ടിട്ടുണ്ട് നീ എത്രത്തോളം ലോയലാണെന്നുള്ളത്. പക്ഷേ യോവൂണ് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. അവനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഈ അക്കാഡമിത്തെ വാൾസാണ്. അവൻ ഈ അക്കാഡമിയിൽ നിന്ന് പോകുന്ന അടുത്ത നിമിഷം നീ വിചാരിക്കുന്നുണ്ടോ അവൻ ഈ 6 സെക്റ്റിനെ മാത്രമല്ല ഹൈ റാങ്കിങ് സെക്റ്റുകളെയും പാടെ തോൽപ്പിക്കാൻ പറ്റുമെന്ന്? നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം, നമ്മുടെ യങ് ലോഡ് മുയോൺ ചിയോൺ ഇവിടെയുള്ള എല്ലാവരെയും ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആ യോവൂണിനെ വിശ്വസിച്ച് നിങ്ങൾ സ്വയം മണ്ടന്മാരായി മാറരുതെന്നാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണത്. നീ എന്താടാ വിചാരിച്ച് ഒരു കൂട്ടം നായ്ക്കളെ പോലെ നിൽക്കുന്ന ആ ഷാഡോ സെക്റ്റിന് കീഴിൽ വന്നിട്ട് ഞങ്ങളെല്ലാവരും തല കുനിക്കാൻ റെഡിയാണെന്നോ? അതുമാത്രമല്ല, ഞങ്ങളുടെ ലോഡിൻ്റെ പേര് നീ നിൻ്റെ ആ വായ കൊണ്ട് പറയുന്നത് നിർത്തിക്കോ. കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു എൽഡറാണ്. നീ ഇനി ഇതുപോലെ മര്യാദ ഇല്ലാതെ പെരുമാറാൻ പോവുകയാണോ? നീ ലോ റാങ്കിങ് സെക്റ്റിൽ നിന്ന് വരുന്ന ഒരു വീക്കായിട്ടുള്ള ഒരുത്തൻ മാത്രമാണ്. ഞാൻ വീക്കാണെങ്കിൽ നീ ഇവിടെ ഫൈറ്റ് വെച്ച് അതിൽ ജയിക്കാൻ നോക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാടാ. നീ എന്താടാ പറഞ്ഞ്? ഷിൻ, നിൽക്ക്. നമ്മളിവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നതല്ല. ഞങ്ങളുടെ ലോഡ് തനിച്ചാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങളുടെ ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി ഏത് നിമിഷവും ഞങ്ങൾ റെഡിയാണ്. യോവൂൺ ചിയോൺ, എൽഡർ ചിയോണിന് എന്തായാലും നല്ല ലക്കുണ്ട്. ഇതുപോലത്തെ ലോയലായിട്ടുള്ളൊരു ഫോളോവേഴ്സിനെ തന്നെ അവന് കിട്ടിയല്ലോ. നിങ്ങളൊക്കെ ഇത്രത്തോളം ലോയലാവുമെന്ന് കാണുമ്പോഴാണ് എനിക്ക് നിങ്ങളെ പിന്നെ റിക്രൂട്ട് ചെയ്യാൻ തോന്നുന്നത്.
ഞാൻ പറഞ്ഞതെന്തായാലും നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതെന്തായാലും നിനക്ക് നല്ലൊരു ഡീലാവും. അത്രയും പറഞ്ഞ് അവരങ്ങനെ പോയോ? യോവണാണെങ്കിൽ ഒരു ഫൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുക, അവരങ്ങനെ പോയോന്ന് ആലോചിച്ചിട്ട്. അവർ ഞങ്ങളോട് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. പക്ഷെ അവരങ്ങനെ പെട്ടെന്ന് പോയി. ചിലപ്പോൾ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് വഴക്കിട്ടത് കൊണ്ടാവും. ആ 6 സെക്റ്റ് എന്നുള്ള 4 എണ്ണത്തെ പിൻഗാമികൾ ഒരുമിച്ച് വന്ന് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ട്രാപ്പ് സെറ്റ് ചെയ്തു. പക്ഷേ ഷാഡോ സെക്റ്റ് ആണെങ്കിൽ എൻ്റെ ഫോളോവേഴ്സിൻ്റെ അടുത്തേക്ക് ഒരു പ്രപ്പോസൽ കൊണ്ട് മാത്രമാണ് വന്നത്. ചിലപ്പോൾ ആ പ്രപ്പോസൽ എൻ്റെ ഫോളോവേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാവില്ല, അവർക്ക് കുറച്ച് ടൈം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. കണ്ടിട്ട് അവർ അവരുടെ എനിമീസിനെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിപ്പിക്കാനുള്ള പ്ലാനിലാണെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മളെ കാണിക്കുന്നത് അഡമൻറ്റൈൻ സ്റ്റോൺ ട്രെയിനിങ് റൂമാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ബ്രദർ. ആ ബ്രാറ്റ് യോവൂണ്, അവൻ ജീവിച്ചാലും മരിച്ചാലും നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എന്താ സംഭവിക്കാൻ പോണതെന്ന് നിനക്കറിയില്ല. ഒരു ട്രൂ പോയിസൺ മാസ്റ്ററിൻ്റെ പോയിസണിനെ തന്നെ അവൻ എൻഡ്യൂർ ചെയ്തു. പക്ഷേ അതെന്തായാലും വിഷയമല്ല. പോയിസൺ സെക്റ്റുകാർ വെച്ച പോയിസണിൽ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ മൈനർ പ്രീസ്റ്റ്ഹുഡിൽ നിങ്ങൾ തന്നെ വിജയിച്ചിട്ടുണ്ടാവുമായിരുന്നു. അവനവിടെ സർവൈവ് ചെയ്തുകൊണ്ട് തന്നെ ഇനി അവരെന്തായാലും വെറുതെ വിടാൻ ഒരു സാധ്യതയില്ല. പ്രത്യേകിച്ച് അവൻ്റെ ആ ഒരു ദുഷ്ട സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അത് മറ്റുള്ള 4 സെക്റ്റുകാരെയും പാടെ ദേഷ്യത്തിലാക്കും. ഇനി യോവൺ സർവൈവ് ചെയ്താൽ പോലും പോയിസൺ സെക്റ്റിൻ്റെ ഈ ടാക്ടിക്സൊക്കെ നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ അവനെ അവൻ്റെ ഫോളോവേഴ്സിനെ ഒരു ഫൈറ്റിൽ തോൽപ്പിക്കാനേ കഴിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിമാനത്തിനെ കൊല്ലുന്ന പോലെ ഉണ്ട്. നമ്മളെ എനിമീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിപ്പിച്ച് നമുക്ക് വേണ്ടത് നമ്മൾ നേടിയെടുക്കുന്നതിലൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണിത്. കണ്ടിട്ട് ഞാൻ നിങ്ങളിടുന്ന അടുത്ത പാഠവും പാടെ പഠിച്ചു എന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് അവരുടെ ഡോറിൽ വന്ന് ആരോ മുട്ടാൻ തുടങ്ങി. എനിക്കുറപ്പാണ് നമ്മൾ സൈൻ ചെയ്തതാണല്ലോ ഈ റൂം യൂസ് ചെയ്യേണ്ടത് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ ഇത് ആരാ? എന്തായാലും നീ പോയി ആ ഡോറ് തുറക്ക്. ജിനിയോണ് ആ ഡോറ് തുറന്ന് നോക്കുമ്പോൾ പുറത്ത് പ്രൊഫസർമാരാണ്. അവിടെ നോക്കുമ്പോൾ പ്രൊഫസർ ഹോയും ബാക്കിയുള്ള പ്രൊഫസർമാരൊക്കെ സോഡും പിടിച്ച് നിൽക്കുന്നുണ്ട്. പ്രൊഫസർ ഹോ, നിങ്ങളെന്താ ഇവിടെ? പെട്ടെന്ന് അവരെല്ലാവരും പാടെ സോഡും പിടിച്ച് ആ റൂമിൻ്റെ ഉള്ളിൽ കണ്ട് കയറി. ഇതെന്താ സംഭവം എന്നറിയാതെ നിൽക്കുകയാണ് മറ്റു 2 പേരും. നിങ്ങളെ 2 പേരെയും അക്കാഡമി ഡെപ്യൂട്ടിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ബലം പിടിച്ച് കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളോടൊപ്പം മിണ്ടാതെ വരാൻ നോക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, തൽക്കാലത്തിന് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. അവരെ 2 പേരെയും എന്തിനാണ് പ്രൊഫസർമാർ വന്ന് പിടിച്ചുകൊണ്ട് പോകണമെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ.